ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സ്റ്റാർ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2026 ലോഗോസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സ്റ്റാർ മീഡിയയുടെ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകേണ്ടതാണ്. മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിന് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. യോഹന്നാൻ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വീഡിയോയാണ്. യോഹന്നാൻ അധ്യായം 7-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 53 വാക്യങ്ങൾ. 2 യോഹന്നാൻ അധ്യായം 7-ലെ 1-ാമത്തെ തലക്കെട്ട് കൂടാരത്തിരുന്നാൾ. 3 യേശു എവിടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു? ഗലീലിയിൽ. 4 ഗലീലിയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആര്? യേശു. 5 യേശു യൂദയായിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ. 6 യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ അവൻ എന്തു ചെയ്തു? യൂദയായിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. 7 ആരാണ് യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നത്? യഹൂദർ. 8 ആരുടെ കൂടാരത്തിരുന്നാളാണ് സമീപിച്ചിരുന്നത്? യഹൂദരുടെ. 9 യഹൂദരുടെ എന്താണ് സമീപിച്ചിരുന്നത്? കൂടാരത്തിരുന്നാൾ. 10 നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദായിലേക്ക് പോവുക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? അവന്റെ സഹോദരന്മാർ. 11 യേശുവിന്റെ സഹോദരന്മാർ അവനോട് എവിടേക്ക് പോവുക എന്നാണ് പറഞ്ഞത്? യൂദയായിലേക്ക്. 12 എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ സഹോദരന്മാർ അവനോട് യൂദായിലേക്ക് പോവുക എന്ന് പറഞ്ഞത്? നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന്. 13 നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് എവിടേക്ക് പോവുക എന്നാണ് സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത്? യൂദായിലേക്ക്. 14 എന്ത് ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുന്നില്ല, പരസ്യമായി അറിയപ്പെടാൻ. 15 പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ എന്തു ചെയ്യുന്നില്ല, രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. 16 നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ എന്തു ചെയ്യുക എന്നാണ് സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത്? നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. 17 നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന് യേശുവിനോട് പറഞ്ഞതാര്? അവന്റെ സഹോദരന്മാർ. 18 ആരുപോലും യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല, അവന്റെ സഹോദരന്മാർ. 19 നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക എന്ന് സഹോദരന്മാർ പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. 20 എന്ത് ഇതുവരെയും ആയിട്ടില്ല എന്നാണ് യേശു സഹോദരന്മാരോട് പറഞ്ഞത്? എന്റെ സമയം. 21 എന്റെ സമയം ഇനിയും ആയിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് സമയം എപ്രകാരമാണ് എന്നാണ് യേശു പറഞ്ഞത്? എപ്പോഴും അനുകൂലമാണ്. 22 നിങ്ങൾക്ക് എപ്പോഴും അനുകൂലമാണ് എന്ന് യേശു സഹോദരന്മാരോട് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സമയത്തെക്കുറിച്ച്. 23 ലോകത്തിന് നിങ്ങളെ എന്തു ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് യേശു സഹോദരന്മാരോട് പറയുന്നത്? വെറുക്കാൻ സാധിക്കുകയില്ല. 24 ലോകത്തിന്റെ പ്രവൃത്തികൾ എപ്രകാരമാണ് എന്നാണ് യേശു സാക്ഷ്യപ്പെടുത്തിയത്? തിന്മയാണെന്ന്. 25 ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതാര്? യേശു. 26 ലോകം യേശുവിനെ വെറുക്കുന്നത് എന്തുകൊണ്ട്? ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതിനാൽ. 27 ലോകത്തിന്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയതിനാൽ ലോകം യേശുവിനെ എന്തു ചെയ്യുന്നു? വെറുക്കുന്നു. 28 നിങ്ങൾ എവിടെ പൊയ്ക്കൊള്ളുവിൻ എന്നാണ് യേശു സഹോദരന്മാരോട് പറഞ്ഞത്? തിരുനാളിന്. 29 ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് യേശു പറയാൻ കാരണം എന്ത്? എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. 30 എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല, അതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല എന്ന് യേശു പറയുന്നു? ഈ തിരുനാളിന് പോകുന്നില്ല. 31 ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെ തന്നെ താമസിച്ചു? ഗലീലിയിൽ.
32 എന്തു പറഞ്ഞാണ് യേശു ഗലീലിയിൽ തന്നെ താമസിച്ചത്? ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല, എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. 33 യേശുവിന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവൻ എന്തു ചെയ്തു? അവനും പോയി. 34 ആര് തിരുനാളിന് പോയതിനു ശേഷമാണ് യേശുവും പോയത്? അവന്റെ സഹോദരന്മാർ. 35 അവന്റെ സഹോദരന്മാർ, അതായത് യേശുവിന്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം യേശുവും എങ്ങനെയാണ് തിരുനാളിന് പോയത്? പരസ്യമായല്ല, രഹസ്യമായി. 36 പരസ്യമായല്ല, രഹസ്യമായി തിരുനാളിന് പോയതാര്? യേശു. 37 അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നതാര്? യഹൂദർ. 38 എന്ത് ചോദിച്ചുകൊണ്ടാണ് യഹൂദർ തിരുനാളിൽ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. 39 ആരാണ് യേശുവിനെ പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നത്? ആളുകൾ. 40 ആളുകൾ യേശുവിനെ പറ്റി പലതും പറഞ്ഞിരുന്നത് എങ്ങനെ? രഹസ്യമായി. 41 ചിലർ യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? അവൻ ഒരു നല്ല മനുഷ്യനാണ്. 42 മറ്റു ചിലർ യേശുവിനെ പറ്റി എന്താണ് പറഞ്ഞത്? അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു. 43 അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് യേശുവിനെ പറ്റി പറഞ്ഞത് ആരാണ്? മറ്റു ചിലർ. 44 ആളുകൾ ആരെ ഭയന്നാണ് യേശുവിനെ പറ്റി പരസ്യമായി ഒന്നും സംസാരിക്കാത്തത്? യഹൂദരെ. 45 യഹൂദരെ ഭയന്ന് ആളുകൾ എന്തു ചെയ്തില്ല? യേശുവിനെ പറ്റി ഒന്നും പരസ്യമായി സംസാരിച്ചില്ല. 46 യോഹന്നാൻ അധ്യായം 7 രണ്ടാമത്തെ തലക്കെട്ട് യേശുവിന്റെ വിജ്ഞാനം. 47 എപ്പോഴാണ് യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്? തിരുനാൾ പകുതിയായപ്പോൾ. 48 തിരുനാൾ പകുതിയായപ്പോൾ യേശു എന്തു ചെയ്തു? ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. 49 എന്തു പറഞ്ഞാണ് യഹൂദർ വിസ്മയിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടി? 50 ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടി? ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? യഹൂദർ യേശുവിനെ കുറിച്ച്. 51 ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടി എന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് വിസ്മയിച്ചതാര്? യഹൂദർ. 52 ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടി എന്ന് യഹൂദർ യേശുവിനെ കുറിച്ച് വിസ്മയിച്ചപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, എന്നെ അയച്ചവന്റേതത്രേ. 53 എന്റെ പ്രബോധനം എന്റെ സ്വന്തമല്ല, പിന്നെ ആരുടേതാണ് എന്നാണ് യേശു പറയുന്നത്? എന്നെ അയച്ചവന്റേത്. 54 എന്താണ് എന്നെ അയച്ചവന്റേത് എന്നാണ് യേശു പറയുന്നത്? എന്റെ പ്രബോധനം. 55 ആരുടെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവർ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും? അവിടുത്തെ, അതായത് എന്നെ അയച്ചവന്റെ. 56 എന്നെ അയച്ചവന്റെ എന്തു നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും? ഇഷ്ടം നിറവേറ്റാൻ. 57 എന്തുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും? അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ. 58 അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ എന്തു മനസ്സിലാക്കും? ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന്. 59 എങ്ങനെ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു? സ്വമേധയാ. 60 സ്വമേധയാ എന്തു ചെയ്യുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു? സംസാരിക്കുന്നവൻ. 61 സ്വമേധയാ സംസാരിക്കുന്നവൻ എന്താണ് അന്വേഷിക്കുന്നത്? സ്വന്തം മഹത്വം. 62 ആര് സത്യവാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ. 63 തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ ആരാണ്? സത്യവാൻ. 64 ആരിൽ അനീതിയില്ല? തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനിൽ.
65 തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനിൽ എന്തില്ല? അനീതിയില്ല. 66 ആര് നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ എന്നാണ് യേശു ചോദിക്കുന്നത്. മോശ. 67 മോശ നിങ്ങൾക്ക് എന്തു നൽകി? നിയമം. 68 മോശ നിങ്ങൾക്ക് നിയമം നൽകിയിട്ടും നിങ്ങൾ എന്തു ചെയ്യുന്നില്ല? നിയമം പാലിക്കുന്നില്ല. 69 മോശ നിങ്ങൾക്ക് നിയമം നൽകിയിട്ടും നിങ്ങൾ അത് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? 70 എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ ജനങ്ങൾ എന്താണ് പറഞ്ഞത്? നിനക്ക് പിശാചുണ്ട്. 71 നിനക്ക് പിശാചുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജനങ്ങൾ എന്താണ് ചോദിക്കുന്നത്? ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? 72 എന്തിൽ നിങ്ങൾ എല്ലാവരും ആശ്ചര്യപ്പെടുന്നു എന്നാണ് യേശു പറയുന്നത്? ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ. 73 ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു അതിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത്? ആശ്ചര്യപ്പെടുന്നു. 74 പരിച്ഛേദന നിയമം നൽകിയതാര്? മോശ. 75 മോശ നിങ്ങൾക്ക് എന്ത് നിയമം നൽകിയിരുന്നു എന്നാണ് യേശു പറയുന്നത്? പരിച്ഛേദന നിയമം. 76 മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല. 77 വാസ്തവത്തിൽ പരിച്ഛേദന നിയമം മോശയിൽ നിന്നല്ല, പിന്നെ ആരിൽ നിന്നാണ് എന്നാണ് യേശു പറയുന്നത്? പിതാക്കന്മാരിൽ നിന്ന്. 78 പരിച്ഛേദന നിയമം അനുസരിച്ച് ഒരുവന് നിങ്ങൾ എപ്പോൾ പരിച്ഛേദനം നടത്തുന്നു? സാബത്തിൽ. 79 സാബത്തിൽ ഒരുവന് നിങ്ങൾ എന്തു നടത്തുന്നു? പരിച്ഛേദനം. 80 എന്ത് ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാബത്തു ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നു? മോശയുടെ നിയമം. 81 മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ എന്ന് പരിച്ഛേദനം സ്വീകരിക്കുന്നു? സാബത്തു ദിവസം. 82 സാബത്തു ദിവസം എന്തു ചെയ്തതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത്? ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന്. യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യത്തെ, ഒരു നിയമത്തെ യേശു ഇപ്രകാരം ചോദ്യം ചെയ്യുകയാണ്. അതായത് സാബത്തു ദിവസം പരിച്ഛേദന കർമ്മം ചെയ്യണം എന്ന് മോശ ഒരു നിയമം നൽകിയിരുന്നു. മോശയുടെ ആ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് സാബത്തു ദിവസം അവർ പരിച്ഛേദനം നടത്തിയിരുന്നു. എന്നാൽ പരിച്ഛേദനം എന്നത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ചെയ്യുന്നത് സാബത്തു ദിവസവുമാണ്. മോശയുടെ നിയമം ലംഘിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. എന്നാൽ സാബത്തു ദിവസം ഒരു നന്മ പ്രവൃത്തി ചെയ്യുന്നതിന്, രോഗിയായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതിന് യഹൂദർ വിലക്കേർപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെ ഒരു വിരോധാഭാസമാണ് യേശു ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതായത് സാബത്തു ദിവസം യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ അത് തെറ്റാണ് എന്ന് പറയുന്ന യഹൂദർ തന്നെ മോശയുടെ നിയമം ലംഘിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി സാബത്തു ദിവസം പരിച്ഛേദന കർമ്മം ചെയ്യുകയും ചെയ്യുന്നു. 83 എങ്ങനെ വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? പുറമേ കാണുന്നതനുസരിച്ച്. 84 പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെ വിധിക്കുവിൻ എന്നാണ് യേശു പറയുന്നത്? നീതിയായി. 85 ചോദ്യം യോഹന്നാൻ അധ്യായം 7 3 തലക്കെട്ട്, ഇവനാണോ ക്രിസ്തു? 86 ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞത് ആര്? ജെറുസലേം നിവാസികളിൽ ചിലർ. 87 ജെറുസലേം നിവാസികളിൽ ചിലർ എന്താണ് പറഞ്ഞത്? ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്. 88 ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്, എന്നാൽ ഇവനിതാ എന്തു ചെയ്യുന്നു? പരസ്യമായി സംസാരിക്കുന്നു. 89 ആര് പരസ്യമായി സംസാരിക്കുന്നു? യേശു. 90 യേശു പരസ്യമായി സംസാരിക്കുന്നു, എന്നിട്ടും അവനെ കൊല്ലാൻ അന്വേഷിക്കുന്നവർ എന്തു ചെയ്യുന്നില്ല? ഇവനോട് ഒന്നും പറയുന്നില്ല. 91 യേശു പരസ്യമായി സംസാരിച്ചിട്ടും അവനെ കൊല്ലാൻ അന്വേഷിക്കുന്നവർ അവനോട് ഒന്നും പറയാതിരുന്നപ്പോൾ ജെറുസലേം നിവാസികളിൽ ചിലർ എന്താണ് ചിന്തിച്ചത്? ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ?
92 ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ എന്ന് ജെറുസലേം നിവാസികളിൽ ചിലർ ചിന്തിച്ചത് എന്തുകൊണ്ട്? യേശു പരസ്യമായി സംസാരിച്ചിട്ടും അവർ അവനോട് ഒന്നും പറയാതിരുന്നപ്പോൾ. 93 ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്? യേശുവിനെ കുറിച്ച്. 94 ആര് വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ല, ക്രിസ്തു. 95 ക്രിസ്തു വരുമ്പോൾ എന്ത് അറിയുകയില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നതെന്ന്. 96 എപ്പോഴാണ് യേശു ഉച്ചത്തിൽ പറഞ്ഞത്? ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 97 ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്തു ചെയ്തു? ഉച്ചത്തിൽ പറഞ്ഞു. 98 ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു എന്താണ് ഉച്ചത്തിൽ പറഞ്ഞത്? ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. 99 ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം, എന്നാൽ ഞാൻ എങ്ങനെ വന്നവനല്ല എന്നാണ് യേശു പറയുന്നത്, സ്വമേധയാ വന്നവനല്ല. 100 ആര് സത്യവാനാണ് എന്നാണ് യേശു പറയുന്നത്, എന്നെ അയച്ചവൻ. 101 ആരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നാണ് യേശു പറയുന്നത്, എന്നെ അയച്ചവനെ. 102 എനിക്ക് അവിടുത്തെ അറിയാം എന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച്? യേശുവിനെ അയച്ചവനെ കുറിച്ച്. 103 എന്നെ അയച്ചവനെ എനിക്കറിയാം എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ട്? ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു. 104 ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? അവിടുന്നാണ് എന്നെ അയച്ചത്. 105 യേശുവിനെ എന്തു ചെയ്യാൻ അവർ ശ്രമിച്ചു? ബന്ധിക്കാൻ. 106 യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും അവനെ എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല, പിടിക്കാൻ കഴിഞ്ഞില്ല. 107 അവനെ പിടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല. 108 അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല, അതുകൊണ്ട് അവർക്ക് എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല, അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. 109 ആര് അവനിൽ, യേശുവിൽ വിശ്വസിച്ചു? ജനക്കൂട്ടത്തിൽ വളരെ പേർ. 110 ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ, യേശുവിൽ എന്തു ചെയ്തു? വിശ്വസിച്ചു. 111 യേശുവിൽ വിശ്വസിച്ചവർ എന്താണ് ചോദിച്ചത്? ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? 112 ആര് വരുമ്പോൾ യേശു പ്രവർത്തിച്ചതിൽ ഏറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ എന്നാണ് ജനക്കൂട്ടത്തിൽ വളരെ പേർ ചോദിച്ചത്. ക്രിസ്തു. ഇങ്ങനെ 112 ചോദ്യങ്ങളാണ് യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി വചനം പഠിക്കുക, വചനം ധ്യാനിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ എല്ലാ ഉദ്യമങ്ങളും, പ്രത്യേകിച്ച് ബൈബിൾ പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതിന് നിങ്ങളെല്ലാവരും എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.